ഹായ്, അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ ക്ലാസ്സിലേക്ക് വേണ്ട സാധനങ്ങൾ വയർ ബോ, ജംഗ് റിങ്സ്, ഐപ്പിന്ന്, പേള്, മിക്സ്ഡ് ബീഡ്, കമൽ ഹുക്ക്, ലോക്കറ്റ്, ഗിയർ ലോക്ക്, ഗിയർ വയർ ഇതാ. ഈ ഗിയർ വയറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഗിയർ വയർ ഉണ്ട്. ഇതെല്ലാം എടുത്തിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കട്ടോ. അതിൻ്റെ വലിപ്പം തന്നെ വ്യത്യാസമായിരിക്കും. പിന്നെ ഇതൊരു കമ്പിയാണ് വരുന്നത്. ഇത് അതുപോലെയല്ല, കമ്പി പോലെയല്ല. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ നൂൽക്കമ്പി, ഇങ്ങനെ ചെറിയ നൂൽക്കമ്പി പിരിച്ച് വെച്ച പോലെയാണ് വരിക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പീസ് മാലക്ക് കണക്കായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മാലക്ക് അളവ് വേണ്ടത് അതിനെക്കാട്ടി ഒരു 5-6 ഇഞ്ച് അധികമാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി അതിലോട്ടേക്ക് ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. ലോക്കറ്റ് ഇട്ട ശേഷം അതിലോട്ടേക്ക് 2 പേള് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ആദ്യം ഒരു പേള് കോർത്ത് ശേഷം അടുത്ത ഭാഗത്തും ഒരു പേള് കോർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം ഇതിപ്പം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആയതുകൊണ്ടാണ് ആ ഒരു തീം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചെയ്യുക കേട്ടോ. ഇപ്പം ഇനിയിപ്പം ക്രിസ്മസിൻ്റെ ആണെങ്കിലും ഇനിയിപ്പം ഓണത്തിൻ്റെ ആണെങ്കിലും ആ ഒരു തീമിൽ നമ്മൾ കളർ ചേഞ്ച് കൊടുത്താൽ തന്നെ ആ തീമും മാറും. പിന്നെ നമ്മളിപ്പം ഇങ്ങനെ കാണാത്ത കഴുത്തിലിട്ടാലും ഇപ്പം നമ്മളിപ്പം ദൂരത്ത് നോക്കി നോക്കുമ്പോൾ ആ പേള് മാത്രം കാണുന്ന രീതിക്കുള്ള ഒരു മാലയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഭാഗത്ത് ഫുള്ള് വൈറ്റ് പേള് കൊടുത്ത് സെക്കൻഡ് ഭാഗത്ത് ഫുള്ള് നമ്മൾ 3 കളറിലുള്ള പേളും കൂടെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പം നമ്മൾ കഴുത്തിൽ കാണാത്ത ഒരു മോഡൽ മാലയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗിയർ ലോക്ക് നമുക്ക് എവിടെയാണോ ഇനി വേണ്ടത് പേള് വേണ്ടത് അവിടെ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗിയർ ലോക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മളിപ്പം പേള് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് താഴോട്ടേക്കൊന്നും പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒരുപോലെ ആക്കി എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് ഗിയർ ലോക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ഗിയർ ലോക്ക് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ന്യൂസ് പ്ലേയുടെ ഒരു ഭാഗം ഗിയർ ലോക്കിൻ്റെ താഴെയും ഒരു ഭാഗം മുകളിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ നിന്നോളും. ഇനി ഇതിലോട്ടേക്ക് പേള് കോർത്തെടുക്കാം. പേള് കോർത്തെടുക്കുന്ന ടൈമിൽ 3 കളറുള്ള പേള് ആണ് ഞാനിപ്പോൾ കോർത്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു തീം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് പേള് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്കും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് കൊടുത്ത ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നൂല് കുറച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു നൂൽക്കമ്പികൾ കൂട്ടി വെച്ച പോലെയാണ്. അപ്പം അത് കയ്യിലൊന്നും കൊണ്ട് കയറാതെ നോക്കണം. ഇപ്പം പോലെ ആണ് ഇതുണ്ടാവുക. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് പോലെ ഉണ്ടാവും. അപ്പോൾ കയ്യിലൊന്നും കൊള്ളാതെ നോക്കണം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതിലോട്ടേക്കൊന്ന് കോർത്തെടുത്ത് ഇനി ആ ഗിയർ ലോക്ക് നമ്മൾ ഈ പേളിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പേള് പോവാതെ അവിടെ തന്നെ നിന്നോളും. നമ്മൾ കഴുത്തിലിട്ട് ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഈ പേള് മാത്രം എടുത്ത് കാണിക്കുള്ളൂ. ഈ വയർ അങ്ങനെ കാണിക്കില്ല കേട്ടോ.
ഇനി നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടി ചെയ്തെടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടി ചെയ്തെടുക്കാം. ഈ മാല ഇതാ ഇതുപോലെയാണ് നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മൾ പേപ്പറൊക്കെ മടക്കുന്ന പോലെ നേരെ നടുവശത്ത് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു ഒതുങ്ങി നിന്നോളും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു, പേൾ ഇട്ട് കൊടുക്കുന്നു, ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എൻഡ് ഭാഗത്ത് ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പേളുകളൊക്കെ കൊടുക്കുക ഇടവിട്ട്. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം എൻഡ് ഭാഗത്ത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗത്തും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. എൻഡ് ഭാഗം വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഇടുന്നതിൻ്റെ പകരം 2 ഗിയർ ലോക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം ആദ്യത്തെ ഗിയർ ലോക്ക് നമ്മളിപ്പം ചെയ്യുന്ന പോലെ ചെയ്ത് ബാക്കി ബാലൻസ് ഭാഗം താഴോട്ടേക്ക് വരും. അപ്പോൾ അത് ആ ഭാഗത്ത് വേണമെങ്കിൽ രണ്ടാമത്തെ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കഴുത്തിലോട്ടേക്കൊന്നും കൊള്ളൂല. ഇതിൻ്റെ എൻഡ് ഭാഗം കഴുത്തിലോട്ട്